ഹലോ നമസ്കാരം, എല്ലാവർക്കും easysnacks സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് ഖത്തറിലോട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് എടുത്ത ചെറിയൊരു വീഡിയോ ഉണ്ടായിരുന്നു, അതാണ് കേട്ടോ ഷെയർ ചെയ്യണത്. അപ്പോൾ അതാ ഞാൻ പാക്കിംഗ് ഒക്കെ ചെയ്ത് പെട്ടികളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. രാവിലെ 7:30 ഞങ്ങളുടെ ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 4 മണിയായപ്പോഴാണ് എയർപോർട്ടിലോട്ട് പോയത് കേട്ടോ. കാരണം ഈ പ്രാവശ്യം കോവിഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ടൈം നേരത്തെ പോയി. എന്നിട്ട് ചെക്കിങ്ങിൽ നിൽക്കുന്ന ഒരു ഇതാണ് നിങ്ങൾ കാണുന്നത്. കാരണം ചെക്കിങ്ങിൽ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നല്ല ക്യൂവിൽ തന്നെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനും മോന് സേഫായിട്ട് തന്നെ എത്തിച്ചേർന്നു. അപ്പോൾ ചെക്കിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടെ കുറേ ആനകളുണ്ടല്ലോ നമ്മുടെ എയർപോർട്ടിൽ, കൊച്ചി എയർപോർട്ടിൽ. അപ്പോൾ മോനെ ആനകളൊക്കെ ഒന്ന് കാട്ടി കൊടുത്ത് കുറച്ച് നേരം അവനൊന്ന് ടൈം സ്പെൻഡ് ചെയ്യിച്ചിട്ടോ. പിന്നെ വൈകാതെ തന്നെ അവൻ അങ്ങനെ ഉറങ്ങിയും പോയി എൻ്റെ കയ്യിലിരുന്നിട്ട്. കാരണം വെളുപ്പിനും 3-4 മണിയല്ലേ സമയം, നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. ആൾ ഉറങ്ങി. പിന്നെ ഞങ്ങൾ ഖത്തറിലോട്ട് വരുന്ന ഫ്ലൈറ്റ് കയറുന്നതിന് കുറച്ച് ടൈം മുമ്പ് ഞങ്ങൾക്ക് ഫേസ് ഷീൽഡും മാസ്ക് അങ്ങനത്തെ ഇതൊക്കെ കിട്ടിയായിരുന്നു. ഞാൻ വന്നത് ഇൻഡിഗോ ഫ്ലൈറ്റിനാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ വെച്ച് വേഗം തന്നെ ഫ്ലൈറ്റിലോട്ടൊക്കെ കയറി നമ്മുടെ ഫ്ലൈറ്റ് മൂവായി തുടങ്ങി കേട്ടോ. ശരിക്കും ഈ ടൈമിൽ എനിക്ക് കുറച്ച് വിഷമം വന്നു. ഒരുപാട് നാൾ ആഗ്രഹിച്ചതാണ് തിരിച്ച് വരണമെന്ന്. പക്ഷേ ഈ കോവിഡ് കാര്യങ്ങളോട് വരാൻ പറ്റാതെ സ്റ്റക്കായിപ്പോയി നിൽക്കുമായിരുന്നു. പെട്ടെന്നാണ് വരാനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയി പോകുന്നത്. എങ്കിലും പെട്ടെന്ന് ഫ്ലൈറ്റ് ഇങ്ങനെ പൊങ്ങുമ്പോക്കും നമ്മുടെ ഉള്ളിൻ്റെ ഒരു വിഷമം ഉണ്ടാകും. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ജനിച്ച് വളർന്ന നാടല്ലേ, അത് പോരുമ്പോഴുള്ളൊരു സങ്കടം ഇനി എന്നാണെന്നാവോ ഈ നാട്ടിലോട്ടെന്നുള്ളത്. അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ അന്തോണിക്കുട്ടി എഴുന്നേറ്റ് കേട്ടോ. അപ്പോൾ അവൻ ഫ്ലൈറ്റിൽ മെജോറിറ്റി ടൈം ഉറങ്ങുക, എന്തെങ്കിലും കുറച്ച് നേരം കളിക്കുക, പിന്നെ ഫുഡ് എന്തെങ്കിലും കഴിക്കും. പാലും നാരങ്ങകളുമായിരുന്നു മെയിനായിട്ട് കുടിച്ച് വെച്ചത്. ആൾ വേറെ ഒന്നും കഴിക്കണുണ്ടായിരുന്നില്ല, അത് കുടിക്കും, ഉറങ്ങും, അങ്ങനെ തന്നെ ഇരിക്കുമായിരുന്നു. വലിയ ബുദ്ധിമുട്ടിയൊന്നും അതിനും ബുദ്ധിമുട്ടിച്ചില്ല. ആൾ സേഫായിട്ട് എത്തിച്ചേർന്നു ഇവിടെ. അപ്പോൾ ഫ്ലൈറ്റിലുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുപിടിക്കുന്നത്, മേഘങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആൾ ഉറങ്ങാണ് മെജോറിറ്റി ടൈം കേട്ടോ ഫ്ലൈറ്റിൽ വന്നിട്ട്. നല്ല ക്ഷീണമുണ്ടായിരുന്നു, എനിക്കും നല്ല ക്ഷീണമായിരുന്നു. കാരണം വെളുപ്പിനൊക്കെ പോന്നിട്ട് ഫുൾ ടൈം ആളെ പിടിച്ചിട്ടിരിക്കുകയായിരുന്നില്ല. എൻ്റെ കൈയും കാലൊക്കെ വന്നതിന് ശേഷം 2 ദിവസമായിട്ട് നല്ല വേദനയുമായിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം ഖത്തറിനോട് അടുത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഫ്ലൈറ്റ് കുറച്ചും കൂടി താന്നു. ആ ദ്വീപുകളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്, കടലിൻ്റെ നടുക്കുള്ള ദ്വീപ് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ നമ്മുടെ ലാൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ തന്നു. നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവാണ്. നല്ലോണം താന്നാണ് പറക്കുന്നത്, കടൽ കഴിഞ്ഞിട്ടാണ് എയർപോർട്ട്. അപ്പോൾ നമ്മൾ ലാൻഡ് ചെയ്യാൻ കേട്ടോ നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ട്. എയർപോർട്ടിൽ ലാൻഡ് ചെയ്തത് 9:30 ഞാൻ പുറത്തോട്ട് പോകുന്നത്, എയർപോർട്ടിന് പുറത്ത് പോകുന്നത് 1 മണിയായപ്പോഴാണ്. കാരണം എനിക്ക് എയർപോർട്ടിൽ കുറച്ചധികം പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഞാൻ എങ്ങനെയാണ് ഖത്തറിലോട്ട് വന്നതെന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ദൈവസഹായം കൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. സേഫായിട്ട് നമ്മൾ ലാൻഡ് ചെയ്തു. പിന്നെ നമുക്ക് എത്ര ആപ്പും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യണം, അങ്ങനെ കുറച്ച് ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഇമിഗ്രേഷനിൽ നിന്ന് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി. അജയന് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട, കാരണം ഞാൻ വിളിച്ച് പറഞ്ഞപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ അജയേട്ടൻ വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. അങ്ങനെ അജയേട്ടൻ വന്നു. ഞങ്ങളത് ആ കാറിൽ നമ്മുടെ വീട്ടിലോട്ട് പോവാണ്. എനിക്ക് മോനുള്ളതുകൊണ്ട് ഹോം ക്വാറൻറ്റൈൻ ആക്കി തന്നു അവർ. അപ്പോൾ ഞാനും മോനും അജയനും കൂടി വീട്ടിലോട്ട് പോവാണ്. ശരിക്കും നല്ല ടയർഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടയർഡായിരുന്നു. കാരണം ഒറ്റയ്ക്ക് മോനെ എടുക്കണം ഫുൾ ടൈം. നമുക്ക് വേറെ കൈമൊന്നും പിടിക്കാൻ പോലും ആരുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ മോനെടുക്കലും പിന്നെ ലഗേജും അങ്ങനെ എല്ലാം കൂടി ആയിട്ട്. അപ്പോൾ എങ്ങനെയൊന്ന് വീട് എത്തിയാൽ മതി എന്നുള്ള ഇതിലാണ് പോയത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു യാത്ര. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് എങ്ങനെയാണ് ഖത്തറിലോട്ട് വന്നതെന്നുള്ള വീഡിയോ കാണാം. അതേവരെയും സ്റ്റേ ഹെൽത്തി, ബൈ.